ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാക്ക അല്ലെങ്കിൽ ബാറ്റ് പ്ലാന്റ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയുടെ കിഴങ്ങാണ്. അപ്പം ഈ ടാക്ക അല്ലെങ്കിൽ ബാറ്റ് പ്ലാന്റ് എന്ന് പറയുന്ന ചെടി നമുക്ക് രണ്ട് രീതിയിൽ കിളിപ്പിച്ചെടുക്കാം. ഒന്ന് ഇതുപോലുള്ള ചെടിയുടെ കിഴങ്ങ് വഴിയും അതേപോലെ തന്നെ ഫ്ലവറിന് ശേഷം ഉണ്ടാകുന്ന അരി ഉപയോഗിച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. എങ്കിലും ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഇതെന്ന് പറയുന്നത് ടാക്ക അല്ലെങ്കിൽ ബാറ്റ് പ്ലാന്റിൻ്റെ കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ മെച്ചുറായിട്ടുള്ള ചെടിയിൽ ധാരാളം പുതിയ തൈകൾ ഉണ്ടാകുകയും ആ തൈകളിൻ്റെ എടുക്കുന്നതാണ് കിഴങ്ങെന്ന് പറയുന്നത്. അതായത് ഇത് ആ തൈയുടെ ചുവടും ഇത് അതിൻ്റെ ഇലകൾ കട്ട് ചെയ്തെടുത്തതുമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ രാജസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള പുതിയൊരു കിഴങ്ങാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇന്ന് നട്ട് കിളിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നടുന്നതിന് മുമ്പായിട്ട് ഇത് ഓൾറെഡി ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ടോപ്പിലെ ലീഫുകളെല്ലാം തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വാടി നല്ല രീതിയിലൊന്ന് വാടി നിൽക്കുന്നതാണ് ടോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു അല്പനേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ടൊന്ന് ചെടിയൊന്ന് ഫ്രഷ് ആക്കിക്കൊണ്ടാണ് ഇത് നടാൻ പോകുന്നത്. അപ്പോൾ ഇത് നടുന്നതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് ഗാർഡൻ സോയിൽ, അതേപോലെ തന്നെ ചകിരിച്ചോറ്, അതേപോലെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സറാണ് എടുത്തിരിക്കുന്നത്. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംപുഴുക്കപ്പൊടിയോ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മൂന്നും കൂടി 1:1:1 എന്ന അനുപാതത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഈ ചട്ടിയുടെ ഒരു 1/4 ഭാഗം നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കിളിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ചെടി എന്ന് പറയുന്നത് നല്ല രീതിയിൽ വലിപ്പത്തിൽ ഇലകൾ വന്ന് വരുന്നൊരു തരം ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ ഒരു പോട്ടിൽ ഒരു കാരണവശാലും നമുക്ക് വളർത്താൻ പറ്റില്ല. കുറച്ചുകൂടി വലിയ പോട്ടിലാണ് നമുക്കിതിനെ വളർത്തേണ്ടത്. തറയിൽ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെടിയുടെ ഗ്രോത്ത് ഭയങ്കര നല്ല ഗ്രോത്ത് കാണിക്കുകയും അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ ചെടിയൊന്ന് തിക്കായിട്ട് വളർന്ന് കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ചെടിച്ചട്ടികളിലാണ് വളർത്താൻ ഉപയോഗിക്കുന്നത് സാധാരണ. അപ്പോൾ ചെടിച്ചട്ടികൾ വലുതും അതേപോലെ തന്നെ വിസ്താരവും താഴ്ചയുള്ളതായിട്ടുള്ള ഒരു ചെടിച്ചട്ടിയിലാണ് കൂടുതലും ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ഇത് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സോയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സറിലാണെങ്കിൽ ചകിരിച്ചോറും നമ്മൾ ചാണകപ്പൊടിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പ് ഈ ചെടിക്ക് എപ്പോഴും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഗാർഡൻ സോയിൽ യൂസ് ചെയ്യാവുന്നതാണ്, യാതൊരുവിധ കുഴപ്പമില്ല. ഇപ്പോൾ ഇതിനെയാണ് നമ്മളിന്ന് കുഴിച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ ഈ കിഴങ്ങ് നമുക്കിത് പല ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുന്ന ഓൺലൈൻ സൈറ്റ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ആ സൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളിത് നടുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നടുന്ന ഇതുവരെയുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ വളർച്ചാഘട്ടം തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നല്ല രീതിയിൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മഴയുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിളിപ്പിച്ചെടുക്കാം. അതേപോലെ ജൂൺ ജൂലൈയിലാണ് ഇതിന് പ്രധാനമായും പൂക്കളുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ കെയർ കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ ചെടി വളർന്നു വരും. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിപ്പം ഗാർഡൻ സോയിൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1% നിറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചെടിയുടെ ചുവട് എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി ഫില്ല് ചെയ്യുന്നത് മണലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗാർഡൻ സോയിൽ ഫില്ല് ചെയ്യാനാണ്. ഞാൻ എന്നിരുന്നാലും ഇതൊന്ന് കിളുത്ത് കിട്ടാൻ വേണ്ടി ഇപ്പം ഞാൻ മണലാണ് ഇതിൻ്റെ ടോപ്പ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് എല്ലാ ദിവസമുള്ള നന ആവശ്യമാണ്. ഒത്തിരി വെള്ളമായി പോകരുത്, എന്നാൽ എല്ലാ ദിവസവും നന ആവശ്യമാണ്. ഇപ്പോൾ ഈ ടോപ്പ് ലെയറിൽ ഈ മണ്ണിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇത് മേളിൽ നിന്ന് വെള്ളം പെട്ടെന്ന് വാരുകയും എന്നാൽ അടിയിൽ ചകിരിച്ചോറും ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് ഇതിനെ ചോട്ടിന് അല്ലെങ്കിൽ പുതിയ വേര് വരാനും ചെടി പുതിയ എത്ത് വരാനെ കൊണ്ടും ഈ തണുപ്പ് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇന്ന് ഇതിനെ നടുന്നത്. അപ്പോൾ ഇതിന് നട്ടതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് മേളിൽ ഇത് സമയമെടുക്കും ഇതൊന്ന് പൊട്ടി വരാനെ കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതി അനുസരിച്ച് ഒരു 20 ദിവസത്തിൻ്റെ ആ ഗ്യാപ്പിലായിരിക്കും മിക്കവാറും ഇത് കിളിക്കാനുള്ള സാധ്യത കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ടാക്ക എന്ന് പറയുന്ന പ്ലാന്റിനെ ബൾബ് നമുക്ക് എങ്ങനെ ജെർമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ചാണകപ്പൊടി,
ചകിരിച്ചോറ് അതേപോലെ ഗാർഡൻ സോയിൽ മിക്സ് ചെയ്ത് വെച്ച് അതിൻ്റെ ലെയർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ നട്ടതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ മണലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മണലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗാർഡൻ സോയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആ മിക്സർ തന്നെ ഇതിൻ്റെ പുറത്തിടാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ചട്ടിയിലല്ല വെക്കുന്നത്, ഇത് കിളുത്തതിന് ശേഷം ഒരു 2-3 ഇല വന്നതിന് ശേഷം ഇതിനെ ഞാൻ മാറ്റി വേറൊരു ചട്ടിയിലേക്ക് വെക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പ് ലെയർ ഈ രീതിയിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു വലിയ ചട്ടിയിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഇത് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഈ ടോപ്പും ഇട്ടിരിക്കുന്നത് സെയിം തന്നെ, അതായത് മിക്സർ തന്നെ നമ്മൾ കൂട്ടിയേക്കുന്ന മിക്സർ തന്നെ ഇട്ട് നിറയ്ക്കുക. അപ്പം ഈ രീതിയിൽ നമുക്കിതിനെ പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇതിനെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വെള്ളം കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഷെയ്ഡിലേക്കാണ് മാറ്റി വയ്ക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത് കിളുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.